ഹേ എവരിവൺ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ സാറ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ സാറ്റർഡേ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ക്ലീനിങ് പരിപാടി നടത്തും. ക്ലീനിങ് ഫുൾ ബാത്റൂം, ഫ്ലോറ് എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞു. അതിനുശേഷം ഞാൻ കുട്ടികളെയും കൊണ്ട് ലൈബ്രറി പോവാണേ. അവർക്ക് ലൈബ്രറിയിൽ ഒരു ലെഗോ ഷോ നടക്കുന്നുണ്ട്. അത് ഭയങ്കര വലിയ ഷോയാണ് കേട്ടോ. ഭയങ്കര ബിസി ആയിട്ടുള്ള എന്താ പറയുക ഡേ ആണ്. അപ്പോൾ ഇനി രണ്ടാമത്തെ പരിപാടി എന്ന് വെച്ചാൽ ലൈബ്രറിയിലെത്തി. ഞങ്ങൾ ലൈബ്രറിയിൽ ലെഗോ ഷോ കണ്ടു. അടിപൊളിയായിരുന്നു. ഇതെല്ലാം ചെറിയ ചെറിയ ലെഗോ പീസസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ശരിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. അവിടെ ഏകദേശം ഒരു ദിവസം 4000-5000 പേരൊക്കെ വരുന്നു എന്നാണ്, ഈ ഷോയുടെ സമയത്ത് വന്നിരുന്നു എന്നാണ് പറഞ്ഞത്. കാര്യം അത്രയും വലിയ ഷോ ആയിരുന്നു. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചല്ല കേട്ടോ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത് അവിടെ നല്ല ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, ആർട്ടിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഇതുപോലെ അവരുടെ ലെഗോ ക്രിയേഷൻസ് നമുക്ക് ഇത് കണ്ടില്ലേ. അപ്പോൾ അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 7 വണ്ടേഴ്സിൽ നമ്മുടെ താജ്മഹൽ, എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും കുട്ടികൾക്ക് ഫണൽ കേക്ക് കഴിക്കണം എന്ന് വിചാരിച്ചു. എനിക്കും അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചു. പിന്നീട് എനിക്കൊരു സാമ്പാറിൻ്റെ ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ത്യൻ സ്റ്റോറിൽ പോയി. അങ്ങനെ സാമ്പാറിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം അവിടെ നിന്ന് വാങ്ങി. അപ്പോൾ സാമ്പാറിന് പറ്റിയ ഏറ്റവും നല്ല കോമ്പിനേഷനാണല്ലോ മത്തി വറുത്തത്. അപ്പോൾ നേരെ ലിഡിലിൽ പോയിട്ട് മത്തി വാങ്ങി. നല്ല മത്തിയാണ് അവിടെ കിട്ടുന്നത്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് പിന്നെ അടുത്തത് കുക്കിംഗ് മാമാങ്കമാണ്. ഞാൻ നല്ലൊരു വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കി കേട്ടോ. ഇപ്പോഴത്തെ എന്താണെന്നറിയില്ല, എൻ്റെ ഒരു ക്രൈസാണ് ഇപ്പോൾ വറുത്തരച്ച സാമ്പാർ. ഒരു തവണ ഉണ്ടാക്കിയപ്പോൾ നന്നായിരുന്നു. പിന്നെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ചിക്കൻ എയർ ഫ്രൈ. അങ്ങനെ ഇതിനായി കൂട്ടാട്ടോ വറുത്തരച്ച സാമ്പാറിൻ്റെ. അപ്പോൾ ഇതെല്ലാം ആയി വരുന്നപ്പോഴത്തേക്ക് സന്ധ്യ നേരമായി കേട്ടോ. കാര്യം എല്ലാം യാത്രയും കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പിന്നെയായിരുന്നു ഈ കുക്കിംഗ് എല്ലാം നടത്തിയത്. സാമ്പാറിൻ്റെ കൂടെ എനിക്ക് ചാള വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് അമ്മ ഉണ്ടാക്കുന്നതാണ് അങ്ങനെ സാമ്പാറിൻ്റെ കൂടെ ചാള വറുത്തത്. അപ്പോൾ ഞാൻ ആ ഒരു കോമ്പിനേഷൻ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് തന്നെ ഞാൻ ശനിയാഴ്ച ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ പിന്നെ എന്താ പറയുക, ഇതാണ്ടില്ലേ രാത്രിയായി. അങ്ങനെ അങ്ങ് പോയി. ഡിന്നറൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം ക്ലോവിയും ആർണവുമായിട്ട് കളിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുസൃത്തരങ്ങൾ പറഞ്ഞിട്ട് ക്ലോവി ഇങ്ങനെ വരും. പിന്നെ അവളുമായിട്ട് ഇങ്ങനെ കുറച്ച് നേരം കളിച്ചു, പുപ്പുമായിട്ട് കളിച്ചു. പിന്നെ എന്താ പറയുക, അങ്ങനെ അങ്ങ് പോയി ഒരു ദിവസം പോയത് സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല.